ഇതിന് സെന്റിയിൽ വിട്ടിട്ടെടുക്കുക. നമുക്കൊരു അളവിന് വേണ്ടിയിട്ട് ഇതാണ് കഫിന്റെ അളവ്. 9.5 അതിലാണ് കഫ് കിട്ടുന്നത്. രണ്ട് കൈയും ഇതുപോലെ ഒരു വെട്ടിപ്പിടിക്കുക. രണ്ട് കൈ ഫ്രണ്ട് പീസിന്റെ ഭാഗം നല്ല വശം മേലോട്ടിടുക. കൈ പൊളിച്ചു വെട്ടിയിട്ടുണ്ട്. കുറ്റിയ ഭാഗം കുറ്റിയ ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന ഇയാൾ കുറ്റിയ അപ്പൊ നമ്മൾ കൈ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സെന്ററിന് തിരിച്ച് ഇവിടുത്തെ ഭാഗം ഇതുപോലെ നമ്മളൊരു കൈ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കൈ എടുക്കുക. അതുപോലെ തന്നെ ഉള്ളും പുറം കുടിച്ചു നോക്കിയിട്ടുണ്ട്. രണ്ടും ബാക്കും നോക്കിയിട്ട് രണ്ടാം വശം നോക്കുക. സെൽഫി ചെയ്യുക. തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തും അറ്റാച്ച് ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യും. നമുക്ക് സൈഡ് അറ്റാച്ച് ചെയ്യണം. അതിനു മുമ്പ് കഫ് ഫിറ്റ് ചെയ്യാനുണ്ട്. കഫ് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് കഫ് ഫിറ്റ് ചെയ്താൽ മതി. പക്ഷെ കുറച്ച് ഗതിയിലായിരിക്കും, അടുങ്ങാറായിരിക്കും. ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മള് സൈഡ് ഫിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ഇഞ്ച് തിരികെ 3 ഇഞ്ച് ഓപ്പണും കഴുത്തും കൂടി നീട്ടിട്ട് കൈയിന്റെ കാലിന്റെ ഭാഗം ജോയിൻ ചെയ്ത ഭാഗം ഒപ്പം വരണം. ഒപ്പം വരേണ്ട രീതിയിൽ ഒപ്പം വെച്ചു കൊടുക്കുക. രണ്ട് ഭാഗത്ത് കൂട്ടിട്ട് കൊടുക്കുക. ഒരു ഭാഗം ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ കൈയിന്റെ ഓപ്പൺ ഇതേപോലെ വെച്ചിട്ട് മറ്റേ കൈയിന്റെ ഓപ്പൺ എത്ര ഇഞ്ചാണോ അതേ ലെവൽ തന്നെ വരണം. അപ്പൊ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഓപ്പണിന്റെ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ജോയിന്റ് കറക്റ്റ് ആക്കണം.
ഇനി നമ്മൾ മുറിച്ചിട്ടിട്ട് കപ്പും കോളറും ലാസ്റ്റ് ഫിറ്റ് ചെയ്യുക. കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വേണം. അപ്പൊ ഇനി നമ്മൾ മാറ് രണ്ട് ഒപ്പാക്കിയിട്ട് ഒരുമിച്ച് പിടിക്കുക. ഒരുമിച്ച് പിടിച്ചിട്ട് അടിഭാഗം നമുക്ക് മടക്കിയെടുക്കാൻ ഒരു അരയിഞ്ച് തുമ്പിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ 1/4 ഇഞ്ച് അരയിഞ്ച് തുമ്പാണ് നമ്മൾ മടക്കിയെടുക്കാട്ടിരിക്കുന്നത്. അപ്പൊ 1/4 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കിയെടുക്കുക. ഇതടിക്കുന്ന സമയത്ത് ഈ ഷേപ്പിങ് വരുന്ന ഭാഗത്ത് ഒന്ന് ചെരിവ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചൂടിച്ചു കൊടുക്കുക. തുമ്പൊക്കെ കരച്ചുകൊണ്ട് പോകണം. ഇവിടെ നമ്മൾ കൈ വെച്ച് കൊടുത്ത് ഒന്ന് കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നായിട്ട് വലിഞ്ഞു പോകാം. രണ്ടാമത്തെ മടക്കിയെടുക്കുന്ന സമയത്ത് മെയിൻ പീസ് മേലത്തെ പീസ് ഒന്നായി പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ രണ്ടാമത്തെ മടക്കും അതേ രീതിയിൽ അത് നന്നായിട്ട് ഫിറ്റിട്ട് കൊടുക്കുക. ഇതിന് അടിഭാഗം ഒന്ന് വലിച്ചു കൊടുക്കുക, അടിഭാഗം ലൂസാക്കി കൊടുക്കുക. അടിഭാഗം ലൂസാക്കുക, മേൽഭാഗം അടിഭാഗം ചെറുതായിട്ട് വലിച്ചു കൊടുക്കുക. മെയിൻ പീസ് അപ്പൊ നമുക്ക് ഇവിടെ ചുളിവൊന്നും വരില്ല. മറ്റേത് ആകെ ചുളിഞ്ഞിട്ട് ആയിരിക്കും നിൽക്കുക. അപ്പൊ ഇത് ചുളിവൊന്നുമില്ല. ചുളി വരാതിരിക്കാൻ അത് നമ്മൾ ആദ്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എപ്പോ എടുക്കുമ്പോഴും അടിയത്തത് ഒന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കുക, ലൂസാക്കി. അപ്പൊ ബോഡി ഫിറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിന് കയ്യിന് കപ്പ് തരണം. കപ്പും വരും, പട്ട, കഴുത്തിൽ കോളറും വരും. അപ്പൊ അതിന്റെ കട്ട് ചെയ്തിട്ടില്ല, അതിന്റെ കട്ടിങ് ആണ്. ബോഡി ഫിറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.